ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഞങ്ങളൊരു കുഞ്ഞി വ്ളോഗാണ്, ഷോപ്പിംഗ് വ്ളോഗ്. അപ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ പുറത്തു പോകാമെന്ന് വിചാരിച്ചിട്ട് റെഡി ആയതാണ്. ഞാൻ റെഡി ആകുമ്പോഴത്തേക്കും സമയം വൈകി. അതാണ് തലയ്ക്ക് ഈ കോലത്തിലിരിക്കുന്നത്, അതായത് തല കെട്ടാൻ സമയമില്ല. അപ്പോഴത്തേക്കും വണ്ടി വന്നു, ഞാൻ ഓടിക്കയറി എൻ്റെ സീറ്റും പിടിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പുറത്തു പോവുകയാണ്. ഈ കൂടെയുള്ളത് എൻ്റെ കസിൻ സിസ്റ്റർ, അത് ചേച്ചിയുടെ മോളാണ്. ഇനി ഒരാൾ ഫ്രണ്ടിലിരിപ്പുണ്ട്, പുള്ളിയാണ് കൺട്രോൾ സിസ്റ്റം. പിന്നുള്ളത് ഡ്രൈവർ ബ്രോയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പുറത്തു പോകുന്നത്. അപ്പോൾ നമ്മളൊന്ന് റെഡിയായി കഴിഞ്ഞാൽ നമുക്കൊരു സെൽഫി എടുത്തെങ്കിൽ ഭയങ്കര സമാധാനക്കേടാണ്. എനിക്കോ എടുക്കാൻ പറ്റില്ല, അവരെടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ ചേർന്ന് നിന്നു. അതിൽ തൃപ്തി അടഞ്ഞു. അങ്ങനെ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എവിടെ എത്തി എന്ന് പറഞ്ഞാൽ വാളയാർ എത്തി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എവിടേക്കാണ് പോകുന്നതെന്ന്. അതെ, കോയമ്പത്തൂർ. ഇതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഞാൻ ഒരു സർപ്രൈസ് ഉണ്ട് എന്നുള്ളത്. ആക്ച്വലി ഇതല്ല കേട്ടോ, സർപ്രൈസ് വേറെയാണ്. ആ കൂട്ടത്തിൽ നമുക്ക് 2 in 1, എന്ത് കറങ്ങലും ഒരു ഷോപ്പിങ്ങും. അപ്പോൾ ഞങ്ങളിപ്പോൾ വാളയാർ കടക്കാൻ പോവുകയാണ്. അടുത്തത് വെൽക്കം ടു തമിഴ്നാടു. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കോയമ്പത്തൂരൊക്കെ പോയിട്ടാണോ ഷോപ്പിംഗ്, എന്തേ നാട്ടിൽ കടകളൊന്നും ഇല്ലേ എന്ന്. ഉണ്ട്, കടകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ കടകളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് ആയിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫംഗ്ഷനാണ്, അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു തുണി എടുക്കുമ്പോൾ ഇപ്പോൾ റീൽസും വീഡിയോസും സെൽഫിയൊക്കെ ഉള്ളതുകൊണ്ട് അതില്ലാതെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ തിളങ്ങണമെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് കൊടുക്കണം. പക്ഷെ അത് 1-2 തവണ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടിയിൽ മടക്കി വെക്കും, അടുത്ത ഫംഗ്ഷന് വേറെ വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ കോയമ്പത്തൂർ പോയി പർച്ചേസ് ചെയ്താൽ ചീപ്പ് ആൻഡ് ബസ്സിനെടുക്കാം. അപ്പോൾ ഇത് ഉക്കടത്തിനടുത്തുള്ള ഉപ്പക്കിണർ തെരുവെന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. കടകൾക്ക് വലിയ ലുക്കൊന്നുമില്ല, മാർവാടികളുടെ കടകളാണ്. പക്ഷേ കളക്ഷൻസ് അതിഗംഭീരം. ഇവിടെയൊക്കെ നമ്മൾ ബോട്ടിക്കിൽ പോയിട്ട് കണ്ണാടിക്കൂട്ടിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും എത്രയോ 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 ബെറ്ററാണ് അവിടെ പോയി എടുക്കുന്നത്. ഒരു മീറ്റർ 1000 rupees എന്ന് പറയുന്ന ഈ ബോട്ടിക്കിൽ പോയി എടുക്കുന്ന അവിടെയെല്ലാം 450, 500, 550 എന്ന റേഞ്ചിൽ നമുക്ക് കിട്ടും. അത്രയും ചീപ്പ് ആൻഡ് ബെസ്റ്റാണ്. അപ്പം നമ്മൾ അവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് കടകളുണ്ട് ഇവിടെ. അതുപോലെ നമ്മൾ എന്ത് എടുത്താലും അതിനുള്ള ആക്സസറീസും അതുപോലെ വാങ്ങാൻ പറ്റും. ഇതല്ലെങ്കിൽ വേറെ എന്ന് ചൂസ് ചെയ്യാൻ ഒത്തിരി കടകളുണ്ട്. അങ്ങനെ ഞങ്ങളിത് ഓരോന്ന് വെച്ച് നോക്കി അങ്ങനെ എടുത്തു. ഇതാരാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസൈനറാണ്, അവൾ ഫാഷൻ ഡിസൈനറാണ്. അവളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് എടുക്കുന്നത്. കാരണം അവൾ ഇവിടെയാണ് ജനിച്ച് വളർന്നത്. സോ അവൾക്കിതെല്ലാം അറിയാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാരികൾ എടുത്തു. പിന്നെ എല്ലാം നമ്മൾ റണ്ണിങ് മെറ്റീരിയലാണ് നോക്കിയത്. കാരണം കുറേ ഐഡിയാസിൽ നമ്മൾക്ക് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റാവുന്ന അത്തരത്തിലുള്ള കുറേ റണ്ണിങ് മെറ്റീരിയലാണ് നമ്മൾ കട്ട് ചെയ്ത്. എല്ലാം നമുക്ക് ഇവിടെ ഞങ്ങളിവിടെ എന്താ പറയുക, ഇവിടെ ബോട്ടിക്കിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. എല്ലാം 1000, 1500 എന്ന് പറയുന്നതൊക്കെയാണ്. ഞങ്ങൾ ഒരു 600 റേഞ്ചിൽ പോയി ഇപ്പോൾ കട്ട് ചെയ്ത്. ഇതെല്ലാം ആ റേഞ്ചിലുള്ളതാണ് ഞങ്ങൾ പെർ മീറ്റർ കട്ട് ചെയ്ത് വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ എന്താ പറയുക, കുറേ ഷോപ്പിംഗ് കുറേ വലിച്ചു വാരി കൂട്ടിയിട്ടുണ്ട്. എല്ലാവരും കൂടെ കുറച്ച് പൈസയ്ക്ക് ഒരുപാട് തുണി എടുത്തു. നമ്മുടെ നാട്ടിലെ കടകളിലാണെങ്കിൽ ഒത്തിരി ആയേനെ, പക്ഷേ ഇവിടെ നമ്മൾ വൻ ലാഭത്തിലെടുത്തു. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങളങ്ങനെ ഇറങ്ങി. ഇതെൻ്റെ CC ആണ്, എന്ന് വെച്ചാൽ കൺട്രോൾ പാനൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തു പോയി കഴിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് കുറേ സ്നാക്സും കുറേ ഐറ്റംസ് എല്ലാം വാങ്ങി വണ്ടിയിലിരുന്നാണ് ജം എന്ന് വെച്ചാൽ കാളൻ, പാനിപൂരി എന്ന് വേണ്ട ഇത്യാദി ഐറ്റംസും കുറേ ബോട്ടിലുകളെല്ലാം വാങ്ങി കൂട്ടിയിട്ട് അവിടെ കണ്ടോ പുട്ടടിച്ച് മിനുക്കുകയാണ്. ഞാനൊരു ബജ്ജിയിൽ ഒതുക്കി. കാരണം നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ വയറ് കാലിയാക്കിയാലേ നമുക്കൊരു മിനുക്കാൻ പറ്റുള്ളൂ. അതാണ് സത്യം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ കുറേ ബാഗ് ഇതൊക്കെയാണ് വാങ്ങിയിട്ട് വന്നത്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് ഒക്കെ ഒന്ന് നോക്കാം. ഇത് കണ്ടോ, ഇതിൽ 1, 2, 3 സാരി ഉണ്ട്. ബാക്കിയെല്ലാം നമ്മുടെ റണ്ണിങ് മെറ്റീരിയൽ കട്ട് ചെയ്ത് വാങ്ങിയതാണ്. ഇനി ഇതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ഡ്രസ്സാക്കി മാറ്റേണ്ടത് എന്നുള്ളത് പതുക്കെ അതൊക്കെ ചെയ്യുള്ളൂ. അതുവരേക്കും ഇത് അലമാരിൽ റെസ്റ്റ് ഇരിക്കും. ഇതൊരു ഫംഗ്ഷൻ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കാണ് കറങ്ങി തിരിയാൻ വേണ്ടി പോയപ്പോൾ ഇതും കൂടെ 2 in 1 പരിപാടി എന്ന പോലെ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ വലിയ ഷോപ്പിംഗ് ഒന്നും അല്ലെങ്കിലും ചിലപ്പോൾ കാണാൻ ഒരു ലുക്കില്ല എന്നൊക്കെ തോന്നും. ഈ ലുക്കിലല്ല ലുക്ക് വരുത്തുന്നത്, അതൊക്കെ പിന്നീടാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ എല്ലാ ദിവസവും രാത്രി ഇതൊന്നുമല്ലാതെ നമുക്കിട്ടൊരു ലൈവ് ഉണ്ട്. നമുക്കിട്ടല്ല, ഞാൻ ലൈവിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വരും, നിങ്ങളും വരണം. അങ്ങനെ നമ്മൾ ഒന്നിച്ചുള്ള ഒരു അടിപൊളി ലൈവ് ചാറ്റ്.